സാർ നമസ്കാരം. നമസ്കാരം. 2026 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചില സാമുദായിക ആചാര്യന്മാർക്ക് ഇരിക്കപ്പൊറുതിയില്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. തെരഞ്ഞെടുപ്പിന് മുൻപ് UDF ജയിക്കില്ല, ഇടതുപക്ഷം തന്നെ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി അധികാരത്തിൽ വരും എന്നാണ് SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയായ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നാഴികയ്ക്ക് 40 വട്ടം മാധ്യമങ്ങളെ വിളിച്ചു വരുത്തിയും അല്ലാതെ മാധ്യമങ്ങളെ കാണുമ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത്. ബഹുമാന്യനായ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ വീണ്ടും ഇടതുപക്ഷം 3.0 ആവർത്തിച്ച് ഭരണത്തിൽ വരും എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യം, ആരും ചോദ്യം ചെയ്യുന്നില്ല. എന്നാൽ അതോടൊപ്പം തന്നെ അദ്ദേഹം കൃത്യമായി തന്നെ ഒരാളെ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവായ VD സതീശൻ. VD സതീശൻ അഹങ്കാരിയാണ്, അദ്ദേഹം രാഷ്ട്രീയത്തിന് പറ്റിയ ആളല്ല, തെരഞ്ഞെടുക്കപ്പെടരുത്, തെരഞ്ഞെടുക്കപ്പെട്ടാൽ തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പാടില്ല, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വ്യക്തമായ ഭൂരിപക്ഷം കിട്ടി തെരഞ്ഞെടുക്കപ്പെടും, മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ ആകും എന്ന് പറയുമ്പോൾ സതീശൻ മുഖ്യമന്ത്രി ആകാൻ പാടില്ല എന്നുകൂടി വെള്ളാപ്പള്ളി നടേശൻ ചേർത്ത് പറയുമ്പോൾ വെള്ളാപ്പള്ളി നടേശന് തന്നെ അറിയാം ഇക്കുറി പിണറായി വിജയൻ ജയിക്കില്ല, CPM ജയിക്കില്ല, UDF അധികാരത്തിൽ വരും എന്നുള്ളത്. എന്നാൽ തെരഞ്ഞെടുപ്പിന് ശേഷം അന്ന് വൈകുന്നേരം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ മലക്കം പറഞ്ഞുകൊണ്ട് പറഞ്ഞു, VD സതീശൻ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ എന്തുകൊണ്ടും യോഗ്യൻ തന്നെയാണ് എന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും മലക്കം മറിഞ്ഞിരിക്കുന്നു. അതായത് VD സതീശൻ ഒരു കാരണവശാലും മുഖ്യമന്ത്രി ആകാൻ പാടില്ല, VD സതീശൻ മാധ്യമങ്ങളിലൂടെ വന്നാണ് UDFനെ ഏകീകരിച്ചത്, എന്നാൽ കേരളത്തിൽ UDFന് അധികാരം കിട്ടുകയാണെങ്കിൽ മുഖ്യമന്ത്രിയാകേണ്ടത് KC വേണുഗോപാലാണ്, UDFന് വേണ്ടി അശ്രാന്തം പരിശ്രമിച്ചത് KC വേണുഗോപാലാണ്, സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിനും സ്ഥാനാർത്ഥികളെ ഇന്ന സ്ഥലങ്ങളിൽ ഇന്ന സ്ഥാനാർത്ഥികളെ നിയോഗിച്ചു കഴിഞ്ഞാൽ അവർ തിരഞ്ഞെടുക്കപ്പെടും, മാത്രമല്ല ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് ഫണ്ട് UDFന് വേണ്ടി കണ്ടെത്തുന്നത് വരെ KC വേണുഗോപാലാണ് അക്ഷീണം ഓടി നടന്ന് പരിശ്രമിച്ചത്, അതുകൊണ്ട് വേണുഗോപാൽ തന്നെ മുഖ്യമന്ത്രി ആകണം എന്ന് പറഞ്ഞു. ഇത് ഉർവശി ശാപം ഉപകാരം എന്ന രീതിയിൽ VD സതീശന് വലിയ ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ VD സതീശന് കൂടുതൽ ഹൈപ്പ് കിട്ടുന്ന തരത്തിലാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഓരോ പ്രസ്താവനയും വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ, ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ താങ്കളുടെ ഇക്കാര്യത്തിലുള്ള അഭിപ്രായം? ചിലപ്പോൾ നമ്മൾ എതിർക്കുന്ന ശക്തി ആളിന് ഇരട്ടി ശക്തി കിട്ടും. അത് മഹാഭാരതത്തിലൊക്കെ ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട് അതിൽ. പക്ഷെ ഇവിടെ VD സതീശൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്ന അതാണ്. VD സതീശൻ എന്താണോ അതിനേക്കാൾ കൂടുതൽ ശക്തി ആർജിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്തത് VD സതീശൻ്റെ വിമർശകർ തന്നെയാണ്. അതാദ്യം തന്നെ പറയേണ്ട പേര് താങ്കൾ പറഞ്ഞ പോലെ അതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശനാണ്. കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ വെള്ളാപ്പള്ളി നടേശൻ ആരാണെങ്കിലും, സുകുമാരൻ നായരും വെള്ളാപ്പള്ളി നടേശനും തമ്മിലുള്ള ബന്ധം എന്താണെങ്കിലും, പിണറായി വിജയൻ്റെ മധ്യസ്ഥത അതിനകത്തുണ്ടെന്ന് പറഞ്ഞാലും, ഇവരെക്കുറിച്ച്, ഈ സമുദായ പ്രമാണിമാരെക്കുറിച്ച് കൃത്യമായ ധാരണ കേരളത്തിലെ ജനങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ ഇവർ പറയുന്ന രീതിയിൽ തന്നെ ഇലക്ഷൻ മുമ്പോട്ട് പോകുമായിരുന്നു. ഇവർക്ക് അഭിപ്രായം പ്രകടിപ്പിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്ന സന്ദർഭങ്ങളിൽ, ഏതെങ്കിലും തരത്തിൽ സാഹചര്യം ഉണ്ടാകുമ്പോൾ ഇവരുടെ അഭിപ്രായം കുറച്ചൊക്കെ ഇവരുടെ സമുദായ അംഗങ്ങൾ കേൾക്കും. ശബരിമലയുടെ കാര്യത്തിൽ വന്നപ്പോൾ അതാണ് സംഭവിച്ചത്. പക്ഷെ തിരിച്ച് വീണ്ടും നവോത്ഥാനത്തിൻ്റെ കാര്യത്തിൽ വെള്ളാപ്പള്ളി പറഞ്ഞപ്പോഴത്തേക്ക് സംഭവിച്ചില്ല. ഇവിടെ കാണേണ്ടത് കടുത്ത കാലത്തുണ്ടായ കോൺഗ്രസിലുണ്ടായ ഏറ്റവും ഗുണപരമായ മാറ്റം, സമുദായ ശക്തികളുടെ ചെൽപ്പടിക്ക് നിൽക്കാത്ത ഒരു ലീഡർഷിപ്പ് കോൺഗ്രസിൽ വളർന്നു വരുന്നു എന്നുള്ള തോന്നലുണ്ടായി. അല്ല, പരസ്യമായി തന്നെ VD സതീശൻ പറഞ്ഞല്ലോ, സാമുദായിക ആചാര്യന്മാരെ അല്ലെങ്കിൽ സാമുദായിക അധ്യക്ഷന്മാരെ ഞാൻ മാനിക്കുന്നു, എന്നാൽ അവരുടെ തിണ്ണ നിരങ്ങുന്നതിന് വേണ്ടി പോകാൻ ഞാൻ തയ്യാറല്ല, കാലുപിടിക്കാൻ തയ്യാറല്ല എന്ന തരത്തിൽ തന്നെ അദ്ദേഹം കൃത്യമായി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പലവട്ടം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വെള്ളാപ്പള്ളി നടേശനെയും സുകുമാരൻ നായർ, NSSന്റെ അധ്യക്ഷനായ സുകുമാരൻ നായരെയും എല്ലാം കാര്യമായി തന്നെ പ്രകോപിപ്പിച്ചിരുന്നു. ഏത് കുട്ടിച്ചാത്തൻ ഭരിച്ചാലും വേണ്ടില്ല, VD സതീശൻ മുഖ്യമന്ത്രി ആവരുത് എന്ന ഒരു സമയത്ത് സുകുമാരൻ നായരും പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം VD സതീശനെതിരെ ആക്രമണോത്സുകമായ രീതിയിൽ പ്രതികരിക്കാറുണ്ടായിരുന്നു. പറയുന്ന കാര്യം VD സതീശൻ അഹങ്കാരിയാണ്, നിഷേധിയാണ്. എന്നാൽ എന്ത് തരത്തിലുള്ള നിഷേധിത്തരമാണ്
അഹങ്കാരമാണ് വെള്ളാപ്പള്ളി നടേശനോട് ഒരു രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ വി.ഡി. സതീശൻ കാണിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വെള്ളാപ്പള്ളി പതിവ് രീതിയിൽ പറഞ്ഞാൽ മനസ്സിലാകാത്ത രീതിയിൽ അതും ഇതും പറയും, അല്ലെങ്കിൽ മലക്കം പറയുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ 2026 തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ അധികാരത്തിൽ വരും, പിണറായി വിജയൻ തന്നെ മുഖ്യമന്ത്രിയാവും, പിണറായി വിജയൻ തന്നെ LDF-നെ നയിക്കും എന്നൊക്കെ പല കുറി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നതെന്ന് പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ UDF അധികാരത്തിൽ വന്നാൽ UDF-ന്റെ മുഖ്യമന്ത്രി ആരാകണം എന്ന് നിശ്ചയിക്കാൻ വെള്ളാപ്പള്ളി നടേശന് എന്താണ് അധികാരം എന്നാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനയ്ക്കെതിരെ ആ വീഡിയോയുടെ താഴെ വരുന്ന കമന്റുകളെല്ലാം ചോദിക്കുന്നത്. താൻ ആരാണ് UDF-ലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ എന്ന തരത്തിലൊക്കെ തന്നെയാണ് ആളുകൾ കമന്റ് ഇടുന്നത്. അതായത് വെള്ളാപ്പള്ളി നടേശൻ കേരള രാഷ്ട്രീയത്തിൽ ഒന്നുമല്ല എന്ന തരത്തിലാണ് പലരും വന്ന് കമന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് അവരുടെ അഭിപ്രായ സ്വാതന്ത്ര്യം. ആരെ മുഖ്യമന്ത്രിയാക്കണം, ആരെ മുഖ്യമന്ത്രിയാക്കണ്ട എന്ന് പറയാൻ വെള്ളാപ്പള്ളി നടേശന് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. അതുപോലെ താൻ ആരാണ് ഇതൊക്കെ പറയാൻ എന്ന് ചോദിച്ചുകൊണ്ട് വെള്ളാപ്പള്ളി നടേശനെതിരെ തിരിയുന്നവർക്കും അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്താണ് വെള്ളാപ്പള്ളി നടേശൻ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മലക്കം അറിയുന്നതിന്റെ പിന്നിലുള്ള വികാരം? വെള്ളാപ്പള്ളി നടേശൻ അറിയേണ്ട ഒരു കാര്യം, ഇപ്പോൾ അദ്ദേഹം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള ശ്രമത്തിലാണ്. അത് ചിലപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ട് നാളെ മാറിയേക്കാം. കാരണം K. സുധാകരൻ അങ്ങനെയൊക്കെ ചെയ്തു. പക്ഷെ ഇവിടെ അറിയേണ്ട പ്രധാന പ്രശ്നം, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാന പ്രശ്നം, വെള്ളാപ്പള്ളി നടേശനോ അല്ലെങ്കിൽ അവർ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈഴവ സമുദായത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഇവർ ഉയർത്തുന്നില്ല. വി.ഡി. സതീശന് ഈഴവ സമുദായത്തോട് ഇന്ന ദ്രോഹം ചെയ്തു എന്ന് സ്പെസിഫിക് ആയിട്ട് ഇൻസ്റ്റൻസ് പറയാനുണ്ടോ? അല്ല, അയാൾ നായരായി പോയി. അത് തന്നെയാണ് UDF പ്രവർത്തകരും കോൺഗ്രസ്സുകാരും എല്ലാവരും ചോദിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാരുടെ അഭിപ്രായം ഒന്നത്. രണ്ടാമത്തെ കാര്യം, സതീശന് മൈലേജ് കിട്ടുമോ ഇല്ലയോ എന്ന് അറിയുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി ആക്കാതിരിക്കാൻ നോക്കാം, KC വേണുഗോപാലിനെ ആക്കാതിരിക്കാൻ നോക്കാം. ഇവരെ 3 പേരെ മുഖ്യമന്ത്രി ആക്കാതിരിക്കാൻ നോക്കിയാൽ പോലും വീണ്ടും കോൺഗ്രസിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടന്നു വരാൻ പറ്റുന്ന ഒരു ഡസൻ ആൾക്കാർ വേറെയുണ്ട്. അല്ല, ഇപ്പം ഈ വെള്ളാപ്പള്ളി നടേശനെ സംബന്ധിച്ചോളം ഇത്തരം ചില നിലപാടുകളായിട്ട് മുന്നോട്ട് വരുമ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഈ KC വേണുഗോപാൽ ഇപ്പോൾ ഒരു അസന്നിഗ്ധാവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം ഈ അടുത്ത കാലത്തൊന്നും കേന്ദ്രത്തിൽ കോൺഗ്രസ് ഭരണത്തിൽ വരില്ല എന്നുള്ള കാര്യം കൃത്യമായി KC വേണുഗോപാൽ മനസ്സിലാക്കിയിരിക്കുന്നു. KC വേണുഗോപാൽ AICCയുടെ വക്താവായതിനു ശേഷം നടന്ന തെരഞ്ഞെടുപ്പുകളിൽ എത്ര തെരഞ്ഞെടുപ്പിൽ കേന്ദ്രത്തിൽ കോൺഗ്രസിനെ അധികാരത്തിലെത്തിക്കാൻ KC വേണുഗോപാലിന് പറ്റിയിട്ടുണ്ട്? എത്ര സംസ്ഥാനങ്ങളുടെ ചുമതല KC വേണുഗോപാൽ ഉണ്ടായിരുന്നു? എവിടെയാണ് കോൺഗ്രസിൽ അധികാരത്തിൽ വന്നത്? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇനി കോൺഗ്രസിന്റെ ഭാവി എന്താണെന്ന് നോക്കുമ്പോൾ KC വേണുഗോപാൽ കൃത്യമായി കാര്യം മനസ്സിലാക്കിയിരിക്കുന്നു. ഇനി KC വേണുഗോപാലിന്റെ കാലത്ത് കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല എന്നുള്ളത് കൃത്യമായി മനസ്സിലായി. കോൺഗ്രസ് KC വേണുഗോപാലിന്റെ കാലത്ത് അധികാരത്തിൽ വന്നാൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുകയാണെങ്കിൽ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി ആയില്ലെങ്കിൽ പോലും KC വേണുഗോപാലിന് ആഭ്യന്തരമന്ത്രി സ്ഥാനം ഉൾപ്പെടെയുള്ള പല സ്ഥാനത്തും കയറി ഇരിക്കാൻ പറ്റും എന്നുള്ളത് KCയുടെ ഒരു സ്വപ്നമായിരുന്നു. ഒരുപക്ഷെ കോൺഗ്രസിന് അധികാരം കിട്ടിയാൽ രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും വലിയ വിശ്വസ്തൻ എന്ന രീതിയിൽ KCക്ക് അതിന് സാധ്യതയും ഉണ്ടാകും. പക്ഷേ KC വേണുഗോപാൽ മനസ്സിലാക്കിയിരിക്കുന്നു ഇനി അടുത്ത കാലത്തൊന്നും കേന്ദ്രത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല. അങ്ങനെയെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ വന്നിരിക്കുന്നത് ഒരു സുവർണാവസരമാണ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് KC വേണുഗോപാൽ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു വലിയ ഗുണ്ട് പൊട്ടിച്ചത്. സാർ അത് ഓർക്കുന്നുണ്ടാവും. കാരണം ഈ തെരഞ്ഞെടുപ്പിൽ 2026 കേരളത്തിൽ നടക്കുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാത്ത ആളുകൾ UDF-ന് ഭരണം കിട്ടുകയാണെങ്കിൽ അതിന്റെ തലപ്പത്തേക്ക് അധികാര കേന്ദ്രങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ടുകൊണ്ട് തന്നെയാണ് KC വേണുഗോപാൽ അത്തരം ഒരു പ്രസ്താവന നടത്തിയത്. ഫലത്തിൽ ഒരു വെടിക്ക് 2 പക്ഷി എന്ന രീതിയിൽ KC വേണുഗോപാൽ തന്റെ നയം വ്യക്തമാക്കി. KC വേണുഗോപാലിന്റെ ഈ സമയത്ത് ഇനി ഒരു കാരണവശാലും കേന്ദ്രത്തിൽ അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് അധികാരത്തിൽ വരാൻ പോകുന്നില്ല എന്നുള്ളതും, ഇപ്പോൾ 26 UDF-ന് കേരളത്തിൽ ഭൂരിപക്ഷം കിട്ടുകയാണെങ്കിൽ തീർച്ചയായും മുഖ്യമന്ത്രി പദത്തിലേക്ക് KC വേണുഗോപാലിന് വരാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് KC വേണുഗോപാൽ പറഞ്ഞു വച്ചിരിക്കുന്നത്. അതിന് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഉള്ള ചില ആളുകളെ ഉപയോഗിച്ചുകൊണ്ട് അത് വ്യക്തമാക്കുന്നതിനുള്ള ചില ചരടുവലികൾ നടത്തിയിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ എപ്പോഴൊക്കെ ഇത്തരം ചില പ്രസ്താവനകളുമായി കോൺഗ്രസിന് പ്രതികൂലമായുള്ള പ്രസ്താവനകളുമായി രംഗത്ത് വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം വി.ഡി. സതീശനും കോൺഗ്രസും UDF-ഉം എല്ലാം വർദ്ധിത വീര്യത്തോടു കൂടി മുന്നോട്ട് വരുന്നതാണ് കണ്ടിരിക്കുന്നത്. മാത്രമല്ല
UDF-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ശക്തമാക്കുന്നത് മുസ്ലിം ലീഗ് എന്ന ഘടകകക്ഷി തന്നെയാണ്. ഈ മുസ്ലിം ലീഗിനെതിരെ പോലും വെള്ളാപ്പള്ളി നടേശൻ അടുത്ത കാലത്ത് ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ മുസ്ലിം ലീഗിലെ KM ഷാജി ഉൾപ്പെടെയുള്ള ആളുകൾ കൃത്യമായി വെള്ളാപ്പള്ളി നടേശന് മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പോത്തിനെന്ത് ഏത്തവാഴ, ലീഗിനെന്ത് വെള്ളാപ്പള്ളി എന്ന് പറഞ്ഞുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ നിശിതമായി വിമർശിച്ചത്. അപ്പോൾ UDF കൃത്യമായി തന്നെ ഒറ്റക്കെട്ടായിട്ട് ടീം UDF എന്ന PD സതീശന്റെ വാക്ക് കടം കൊണ്ട് പറയുകയാണെങ്കിൽ ടീം UDF-ന്റെ ഒരു പ്രവർത്തനമാണ് ഈ 2026 തെരഞ്ഞെടുപ്പിൽ UDF-ന് അധികാരത്തിലേറ്റാൻ പോകുന്നത് എന്ന് പറയുമ്പോൾ UDF-ലെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗിനും വെള്ളാപ്പള്ളി നടേശനോട് വലിയ ഒരു നീരസമുണ്ട്. അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശൻ ഏതെങ്കിലും ഒരു കാൻഡിഡേറ്റിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഒരു സാമുദായിക ആചാര്യൻ എന്ന രീതിയിൽ ഉയർത്തി കാണിക്കാൻ അത് വെട്ടുന്നത് ആദ്യം മുസ്ലിം ലീഗ് തന്നെയായിരിക്കും. തീർച്ചയായും KC വേണുഗോപാൽ കളിക്കുന്ന ഈ കളി ഇപ്പോൾ രാഷ്ട്രീയപരമായി ചിന്തിക്കുമ്പോൾ എല്ലാ രാഷ്ട്രീയ നിരീക്ഷകരും ചൂണ്ടിക്കാണിക്കുന്നത് VD സതീശന് അനുകൂലമായി മാറാൻ പോകുന്ന ഒരു പ്രസ്താവന മാത്രമായി വെള്ളാപ്പള്ളി നടേശൻ ഈ പ്രസ്താവന മാറും എന്നാണ് പറയുന്നത്. എന്താണ് ഒരു രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന രീതിയിൽ ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം? VD സതീശൻ്റെ വെള്ളാപ്പള്ളിയുടെ പ്രസ്താവന എൻ്റെ അകത്ത് വെള്ളാപ്പള്ളി മറന്നു പോകുന്നൊരു കാര്യം ഞാൻ മുമ്പേ പറഞ്ഞു. ഇനി എന്ന് എണ്ണി നോക്കാം. ശശി തരൂർ മുഖ്യമന്ത്രി സ്ഥാനത്തിന് യോഗ്യനല്ലേ? KM മുരളീധരന് യോഗ്യനല്ലേ? VM സുധീരൻ, നമ്മൾ ഇന്നലെ ആന്റണിയുടെ പേരോടെ പറഞ്ഞു, സുധീരനെ മറന്നുപോയി. സുധീരൻ യോഗ്യനല്ലേ? മുല്ലപ്പള്ളി രാമചന്ദ്രൻ യോഗ്യനല്ലേ? എന്തിന് കൊള്ളനാടൻ യോഗ്യനല്ലേ? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യോഗ്യനല്ലേ? ഞാൻ തിരുവഞ്ചൂരിൻ്റെ ഏറ്റവും അവസാനം പറയാൻ പോകുന്ന പേരാണ്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ യോഗ്യനല്ലേ? ഇനി താങ്കൾ പറയുന്ന കോൺഗ്രസിൻ്റെ ഉന്നമനത്തിന് വേണ്ടി ശ്രമിച്ചു എന്ന് പറയുന്ന KC വേണുഗോപാലിനെ കുറിച്ച് ആരോപണമായിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ഒരു പ്രവൃത്തി കോൺഗ്രസ് സംഘടനയ്ക്ക് ഏറ്റവും ദോഷമുണ്ടാക്കിയതും എന്നാൽ CPM-ന് ഉത്തേജനം നൽകിയ സംഭവം 2019 തെരഞ്ഞെടുപ്പ് ഓർക്കുന്നുണ്ടോ? ഞാൻ മത്സരിക്കാനില്ല എന്ന് പറഞ്ഞ ആലപ്പുഴയിൽ നിന്ന് മത്സരത്തിൽ നിന്ന് ഒളിച്ചോടി. കാരണം ഒറ്റ കാര്യമുള്ളൂ, തോക്കുമോ എന്നുള്ള ഭയം. അന്ന് ആ പരിസ്ഥിതിയിൽ തോക്കാനുള്ള സാധ്യതയുണ്ട്. 2021 മുമ്പായിട്ടുള്ള അന്തരീക്ഷം മുഴുവൻ കോൺഗ്രസിനെതിരായി വരികയായിരുന്നു. ഒഴിവാക്കണമെന്ന് വരെ പറയുന്നത്. അന്ന് ഈ മനുഷ്യൻ ആലപ്പുഴ മത്സരിക്കാതെ പോയതുകൊണ്ട് ഷാനിമോൾ ഉസ്മാനോട് തോറ്റു 10,000 വോട്ടിന്. ആ 10,000 വോട്ട് കവർ ചെയ്ത് വേണുഗോപാൽ മത്സരിച്ചിരുന്നെങ്കിൽ ആലപ്പുഴ ജയിക്കുമായിരുന്നു. മുഴുവൻ സീറ്റും കോൺഗ്രസിന് ജയിക്കാമായിരുന്നു. ആ ഒന്നാം ദിനം സുവർണാവസരം, കോൺഗ്രസിൻ്റെ സുവർണാവസരം തല്ലിക്കളയുന്നതിന് സ്വന്തം നഷ്ടം അല്ലെ, താൻ തോൽക്കാൻ പാടില്ല, കോൺഗ്രസ് തോറ്റാലും എന്നുള്ള ധൈര്യത്തിൽ ചെയ്ത ആളാണ് വേണുഗോപാൽ. ഇനിയും പറയാം, ആലപ്പുഴയിൽ നിന്നുണ്ട് ഹൈക്കമാൻഡ് മെമ്പർമാരുണ്ട്, രമേശ് ചെന്നിത്തല KC വേണുഗോപാലുണ്ട്. കോൺഗ്രസിന് ഏറ്റവും ഇപ്പോൾ ഒറ്റ MLA ഉള്ളൂ അവിടുന്ന്. ഓരോ ഹൈക്കമാൻഡ് മെമ്പർ എവിടെ പോയ ബാക്കി MLA-മാരൊക്കെ? ഇതിന് ഉത്തരം അവർക്ക് പറയണ്ടേ? അവരുടെ പ്രവർത്തന മേഖല പത്തനംതിട്ട ഒരു MLA പോലും ഇല്ല. രമേശ് ചെന്നിത്തലയ്ക്ക് ചുമതലയുള്ള ജില്ലയായിരുന്നു കോഴിക്കോട്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് കോൺഗ്രസിന് MLA ഇല്ല. ഇതൊക്കെ ഉത്തരം പറയാതെ ഞങ്ങൾ വലിയ സംഘടനാ പ്രവർത്തകരാണ്, അല്ല അതിനെല്ലാം കൂടെ ഉത്തരം രാഹുൽ ഗാന്ധിയാണ് ജയിപ്പിച്ചതെന്ന് പറയും. കാരണം VD സതീശനാകട്ടെ, VD സതീശനും പ്രതിപക്ഷ നേതാവായി വന്നതിന് ശേഷം കേരളത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെയുള്ള തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് വലിയ വിജയത്തിലെത്തിച്ചിട്ടുണ്ടെന്നുള്ളതും എടുത്തു പറയേണ്ട വസ്തുതയാണ്. അല്ല, VD സതീശൻ്റെ അവരെ എത്തിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പുറത്തെ പേര് ഞാൻ കൊണ്ടുവരുന്ന പോയിന്റ് അതിലേക്ക് തന്നെയാണ്. VD സതീശനെ ഇന്ന കാര്യങ്ങൾ പറഞ്ഞു, ഞങ്ങൾ തോറ്റാൽ ഞാൻ തോക്കുന്നതിന് തുല്യമാണ്, അങ്ങനെ പറയാൻ ഇവരാരെങ്കിലും തയ്യാറായിട്ടുണ്ട്? അതെ, ഈ ഉപതെരഞ്ഞെടുപ്പ് മത്സരം ഓടിച്ചോടുകയത്. അതെ, ഉപതെരഞ്ഞെടുപ്പ് തോൽക്കുകയാണെങ്കിൽ അതെന്റെ തോൽവിയായിരിക്കും. മറിച്ച് UDF സ്ഥാനാർത്ഥി ജയിക്കുകയാണെങ്കിൽ അത് UDF-ന്റെ വിജയമായിരിക്കും, ടീം വിജയമായിരിക്കും എന്ന് VD സതീശൻ അന്ന് പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമായ മറ്റൊരു രാഷ്ട്രീയ പ്രസ്താവന VD സതീശന്റെ ഒരു നിലപാടുണ്ടായിരുന്നു. അതായത് ഈ 2026 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ തോൽക്കുകയാണെങ്കിൽ തീർച്ചയായും ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും. എങ്ങനെ UDF-ന് ഭരണം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ രാഷ്ട്രീയ വനവാസത്തിന് പോകും എന്ന് പറയുമ്പോൾ അത്രത്തോളം ഉറച്ച നിലപാട് ഈ അടുത്ത കാലത്ത് ഏത് രാഷ്ട്രീയ നേതാവ് വ്യക്തമാക്കിയിട്ടില്ല. അപ്പൊ തീർച്ചയായും UDF-നെ സംബന്ധിച്ചിടത്തോളം VD സതീശൻ വലിയ നേതാവ് തന്നെയാണ്. വെള്ളാപ്പള്ളി നടേശനെ മുൻനിർത്തിക്കൊണ്ട് പിണറായി വിജയനോ അല്ല എന്നുണ്ടെങ്കിൽ, കാരണം പിണറായി വിജയൻ എന്ന് പറയാൻ കാരണം KC വേണുഗോപാലോ അല്ല എന്നുണ്ടെങ്കിൽ മറ്റാരെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നതിന് UDF-ന് അധികാരം കിട്ടിയാൽ പിണറായി വിജയന് താല്പര്യമില്ല. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ചില ബന്ധങ്ങളൊക്കെ ഉള്ളത് പ്രതിപക്ഷ നേതാവ് VD സതീശനുമായിട്ടാണ് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കപ്പെടുന്നത്. അതുകൊണ്ട് KC വേണുഗോപാലോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ഒന്നും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നത് പിണറായി വിജയന് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. ഇനിയിപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും
കെ.സി. വേണുഗോപാലിനെയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ ഒക്കെ അധികാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി ആരെങ്കിലുമൊക്കെ ഒരു ചരടുവലി നടത്തി വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ആളുകളെ രംഗത്തിറക്കി കഴിഞ്ഞാൽ അത് കണ്ണുമടച്ച് വിശ്വസിച്ചുകൊണ്ട് വി.ഡി. സതീശനെ തള്ളിക്കളയാൻ UDF-കാരോ അല്ലെങ്കിൽ UDF-ന്റെ പ്രധാന ഘടകകക്ഷിയായ മുസ്ലിം ലീഗോ ഒന്നും തയ്യാറാവില്ല. ഞങ്ങൾ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ചർച്ചയിൽ ഞങ്ങൾ പങ്കെടുക്കുന്നില്ല, അത് അവരുടെ ആഭ്യന്തര പ്രശ്നമാണ് എന്ന് UDF-ലെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് പറയുന്നുണ്ടെങ്കിലും തീർച്ചയായും കൃത്യമായ രീതിയിൽ അവരുടെ കൂടി അഭിപ്രായം കേട്ടതിന് ശേഷം മാത്രമേ കോൺഗ്രസിലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ ഹൈക്കമാൻഡിന് സാധ്യമാകൂ. കൂടാതെ തെരഞ്ഞെടുക്കപ്പെട്ടു വരുന്ന MLA-മാരുടെയും അഭിപ്രായം കേൾക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ ഈ വെള്ളാപ്പള്ളി നടേശൻ കാണിക്കുന്ന ഓലപ്പാമ്പൊന്നും ഹൈക്കമാൻഡിന് മുന്നിൽ വില പോകില്ല. അവിടെ കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയെ പക്ഷം പിടിച്ചു നിന്നുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വിശ്വസ്ത വിധേയൻ എന്നുള്ളൊരു ലേബലൊന്നും കാണിച്ചുകൊണ്ട് വി.ഡി. സതീശനെ തള്ളിക്കളയാനോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പദം തട്ടിപ്പറിക്കാനോ സാധിക്കില്ല എന്നുള്ളതൊക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ കൊണ്ട് വി.ഡി. സതീശന് വലിയ ഹൈപ്പ് ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും ലേറ്റസ്റ്റ് വിവരമാണ്. എന്തായാലും ഈ മെയ് 4-ാം തീയതി ഒരു 4 മണിയോടുകൂടി നമുക്ക് കാര്യങ്ങൾ വ്യക്തമാകും. മെയ് 5-ാം തീയതിയോ 6-ാം തീയതിയോ തത്വത്തിൽ ഒരു സത്യപ്രതിജ്ഞ ഉണ്ടാകും. അത് ആരായിരിക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാൻ കാത്തിരിക്കാം.